ഹലോ, കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. ദീപിച്ചേൻ്റെ പല്ലിന് ചെറിയ പ്രശ്നമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞാനിവിടെ ദീപിച്ചേനെ ഡ്രോപ്പ് ചെയ്തു. കാരണം ഇവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. എന്നിട്ട് ഞാൻ നേരെ റിസപ്ഷനിൽ ചെന്നു, ഫയൽ ഓപ്പൺ ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് പ്ലാറ്റിനം ലോഞ്ച് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ തന്നെയാണ് കേട്ടോ, അതിനോട് ചേർന്ന് തന്നെ. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്. യാ ഷുവർ. ദീപിച്ചേനപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. വലിയ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല, കാരണം ടൈം അനുസരിച്ച് ആൾക്കാർ വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു. ഫാർമസി വന്ന് ടോക്കൺ എടുത്തു. പിന്നെ നമ്മൾ മെഡിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ടോക്കൺ എടുത്തു. നമുക്ക് തിക്കും തിരക്കും ബഹളമൊന്നുമില്ല. നമുക്ക് തൊട്ടിപ്പുറത്തൊരു കോഫി ഷോപ്പുണ്ട്, വേണമെങ്കിൽ കോഫി കഴിക്കാം. ജ്യൂസുണ്ട്, സ്നാക്സ് ഉണ്ട്. ഓക്കെ, പരിപാടി എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ദേ പുറത്തിറങ്ങി. കോഴഞ്ചേരി ടൗണാണ് കേട്ടോ. വൺ വേ ആണ്. ഹോസ്പിറ്റലിൻ്റെ സൈഡാണ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. കണ്ടോ, നമുക്ക് അതിൻ്റെ എൻട്രൻസ് ആയത് കേട്ടോ. ഇവിടെ ഒരു പുതിയ ബ്ലോക്ക് വരുന്നുണ്ട്. കണ്ടോ, അടിപൊളി. അന്യായ വെയിലും ചൂടും ഒക്കെയാണ്. പിന്നെ എ സി ഇട്ട് കാറിൽ പോകുന്നുണ്ട്, നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു പുറത്തെ ഒരു അവസ്ഥ നമുക്കറിയാൻ പറ്റുമല്ലോ. ഇത് സാധാരണഗതിയിൽ ഈ റോഡിൽ ഭയങ്കര തിരക്കുണ്ടാകുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യമായിരിക്കും, ഒന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ ഇവിടെ. യൂണിഫോം ഇട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നുണ്ട്. ബോർഡ് എക്സാം നടക്കുന്ന സമയമാണ്. അന്യായ വെയിലല്ലേ, എന്നാ ചെയ്യാനാ. ഇന്നലെ നല്ല മഴ കിട്ടി. ഇന്നും മഴ കിട്ടുമായിരിക്കും. നല്ല ചൂടാണെങ്കിൽ നല്ല മഴ കിട്ടുമല്ലോ, നമ്മുടെ ഒരു പ്രതീക്ഷയല്ലേ അത്. മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ, തിരുവല്ലേ സ്കൂൾ ബസ്സായത്. ഇനി നമ്മൾ റാന്നി ഭാഗത്തേക്ക് തിരിഞ്ഞു. അന്യായ ചൂടല്ലായിരുന്നു, അതുകൊണ്ടൊരു ഓറഞ്ച് ജ്യൂസ് അങ്ങ് വാങ്ങിച്ചു. എന്തൊരാശ്വാസമാണ് ജ്യൂസ് കുടിച്ചപ്പോൾ. പോട്ടെ കേട്ടോ വീട്ടിലോട്ട്. ഓക്കെ, ബായ്.